ചേലോടെ ഒരോണം കൂടി വന്നെത്തി. ഏവർക്കും സിൻഡ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം. നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ, ഫാൻസി, കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ്, സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. ഫോൺ 8111872154. ഗണേശോത്സവത്തിനൊരുങ്ങി ഒക്കൽ ഗ്രാമം. സെപ്റ്റംബർ 5 മുതൽ 8 വരെ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ഗണേശോത്സവം വിപുലമായി ആഘോഷിക്കും. ഗണേശോത്സവത്തോടനുബന്ധിച്ച പന്തലിന്റെ കാൽനാട്ട് കർമ്മം ക്ഷേത്രത്തിൽ നടന്നു. ആഘോഷ സമിതി ചെയർമാൻ TS ബൈജു അധ്യക്ഷത വഹിച്ചു. 8-ാം തീയതി രാവിലെ ഗണപതി ഹോമവും ഉച്ചയ്ക്ക് 3 മണിക്ക് നിമഞ്ജന ഘോഷയാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് 2500 ഭക്തരെ അണിനിരത്തിക്കൊണ്ടുള്ള 5 ഗണേശ വിഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടുള്ള വാദ്യമേളങ്ങളും തെയ്യവും കനകാട്ടവും ഒക്കെ അതേപോലെയുള്ള മേള സംവിധാനങ്ങളോട് കൂടിയിട്ട് ഈ ക്ഷേത്രമുറ്റത്തിൽ നിന്ന് ഈ നിരഞ്ജന ഘോഷയാത്ര പോകുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി സ്വാമികളാണ് ഭദ്രദീപം തെളിയിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് നമ്മൾ ലക്ഷ്മി വിനായക പുരസ്കാരം നൽകുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്. അതോടൊപ്പം തന്നെ ശക്തി വിനായക പുരസ്കാരം ഒളിമ്പ്യൻ PR ശ്രീജേഷ് അവർകൾക്കും നൽകുന്നു. ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരിമാരായ KK കർണൻ, ഗോപി വള്ളിമറ്റം, ക്ഷേത്ര പ്രസിഡന്റും രക്ഷാധികാരിയുമായ നാരായണൻ VO, ക്ഷേത്രം മേൽശാന്തി മൈലക്കാട്ടുമന സുരേഷ് തിരുമേനി, ആഘോഷ സമിതി ജനറൽ കൺവീനർ AK ശിവൻ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ TP അശോകൻ, TA അശോകൻ, ആഘോഷ സമിതി അംഗങ്ങളായ NV മനോജ, MK ശിവൻ, PK ശിവാജി, CV ഗോപി, ശ്രീജിത്ത് VV, NS സുധീഷ, കൃഷ്ണൻകുട്ടി, KG സുരേഷ്, നിഷ പ്രജീഷ, സോബി, AT ബാബു, മഹേഷ്, KB ബിനു, ലിനീഷ് തുടങ്ങിയവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. ഇതിൽ പങ്കെടുക്കാനെത്തുന്ന ശ്രീജേഷ്, അതുപോലെ തന്നെ അമൃതപുരി സ്വാമികൾ, മറ്റ് ഭക്തര്, ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാ ഗണേശോത്സവം ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായമാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്ത് ഇതിലൊക്കെ ഭക്ഷണം, ഗുരുപൂജ, അതൊക്കെ നേരത്തെ ഇവിടെ ഇതിന്റെ സംഘാടകരായ ബൈജു ഈ കാര്യങ്ങളിലൊക്കെ മുൻപന്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഈശ്വരാരാധനയുള്ള കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണജയന്തി നടത്തി, അതുപോലെ അയ്യപ്പ വിളക്ക് നടത്തും. ഭക്തജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് തോപ്പിൽ TS ബൈജു നടത്തുന്ന പരിപാടികളൊന്നും എന്തു വന്നാലും ദോഷമുണ്ടാകില്ല. അതെല്ലാം ഗംഭീരമായി ഭഗവാന്റെ ഈ തിരുമുമ്പിൽ വെച്ച് പറയുന്നു. അപ്പോൾ ഈ ക്ഷേത്രം ഇനിയൊരു എത്ര വർഷം നീണ്ടു നിന്നാലും പോവാത്ത രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം ചിറ്റമ്പലോടെ വന്നു കഴിയുമ്പോൾ ഈ ക്ഷേത്രം ഈ നാടിന്റെ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ ഗണേശോത്സവം നടത്താൻ സാധിക്കുന്നതിൽ വലിയ ഒരു സന്തോഷം എനിക്ക് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും അല്ലാതെയും ഈ നാടിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വിദ്യാഭ്യാസവും അതുപോലെ വ്യവസായവും കച്ചവടവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ജോലിയും ഉദ്യോഗവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഗണേശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എടവൂർ അമ്പലത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചത്. അതായത് ഗണപതിയാണ് നമ്മൾ എല്ലാ കാര്യത്തിനും മുന്നിൽ നിർത്തുന്നത്. ഏതൊരു ആഘോഷത്തിനും, എന്തൊരു നല്ല കാര്യത്തിനും, ഏത് കാര്യത്തിനും ഗണപതി പൂജ നടത്തിയതിന് ശേഷമാണ് ഹിന്ദു സംസ്കാരം അനുസരിച്ച് നമ്മൾ എന്തും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിഘ്നേശ്വരന് വിഘ്നങ്ങളൊന്നും വരാതിരിക്കാനും നമുക്കിപ്പോൾ ഈ ഒക്കൽ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇത് എത്രയോ പഴയ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പുനർജീവൻ എന്ന് പറയുന്ന ഇവിടെ ഉള്ള ഈ നാട്ടുകാരുടെ ഒരു അശ്രാന്ത പരിശ്രമം നടക്കുന്നുണ്ട്. അവര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. വിഘ്നേശ്വരന്റെ ഈ ആഘോഷത്തോട് കൂടിയിട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്ന് ഈ അമ്പലം അതിമനോഹരമായി തീരുമെന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറക്കെ സന്തോഷിക്കുകയാണ്. സെപ്റ്റംബർ 8 വൈകിട്ട് 3:30 നടക്കുന്ന നിമഞ്ജന ഘോഷയാത്ര സ്വാമി പൂർണ്ണ മൃദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താളമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന നിമഞ്ജന ഘോഷയാത്ര ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ക്ഷേത്ര ബലിക്കടവിൽ നിമഞ്ജന ചടങ്ങുകൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പറുദീസയൊരുക്കി B&B ഫാഷൻസ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ. കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ്. പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടീഷർട്ടുകൾ, ഷർട്ട്സുകൾ തുടങ്ങിയവയും. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. B&B ഫാഷൻ, ഇളമ്പകപ്പള്ളി റോഡ്, പടിക്കലപ്പാറ, വല്ലം കോടനാട് റോഡ്, ഐമുറി.